ചെറുതല്ല വലുതാ. ഇതിൽ വലിയ വലിയ മഹാപണ്ഡിതന്മാർ ദർസ് നടത്തിയ സ്ഥലവും ആണ്. ഇന്നും മോശക്കാരല്ല, നല്ല നല്ല പണ്ഡിതന്മാരാണ് ഇവിടത്തിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ അച്ചടക്കത്തോടെ പഠിച്ചുകൊണ്ട് കീഴ്പ്പിടെ വെള്ളൊലിക്കൂ എന്ന തത്വം സ്വീകരിച്ചുകൊണ്ട് അദബ് പാലിച്ചുകൊണ്ട് ഉസ്താദുമാരെ മാനിച്ചുകൊണ്ട് കിട്ടുന്ന ഇൽമിൻ്റെ ഹുറുമത്ത് മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്നും പഠിക്കണമെന്നും അപേക്ഷിക്കുന്നു. പിന്നെ ഈ കാലം ഇതിൻ്റെ ഉസ്താദുമാരും അങ്ങനെ അതിൻ്റെ ഭരണകർത്താക്കളും അങ്ങനെ തന്നെ ഇന്നും അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും പാണക്കാട് സയ്യിദ് കുടുംബത്തിലുള്ളവരാണ്, പ്രഗത്ഭരാണ്, ശുദ്ധരാണ്, നല്ല സയ്യിദന്മാരാണ്. ആകാത്ത സയ്യിദന്മാരേതാ? അതല്ല അതിനർത്ഥം. അങ്ങനെ ഉണ്ടായതുകൊണ്ടല്ല, പക്ഷേ നല്ലവരിൽ നല്ലവരാണ് എന്ന് ഞാൻ ഇവിടെ യോഗത്തിൽ പറഞ്ഞതുപോലെ അവരെക്കുറിച്ച് പറയാവൂ. അല്ലാഹു തആല അവരെയും നമ്മയും ഒക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതേപോലെ എല്ലാ പ്രവർത്തകരും, അനേകം പ്രവർത്തകരും മുഖ്ലിസീങ്ങളാണ്, ഇതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാണ്. ഉസ്താദുമാരും അങ്ങനെ തന്നെ. പിന്നെ ഈ കാലം ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, പഴയ കാലത്തേക്കാളും കൂടുതൽ ഇന്ന് അടുത്ത കാലത്തായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഭൗതികത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ ഇവിടെ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കറകളഞ്ഞ പ്രവർത്തനം ഇവിടെ നിലനിന്നെങ്കിലേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിലനിൽക്കൂ. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഭൗതികമായി എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മുടെ പാർട്ടിയിലൂടെ മാത്രമേ കിട്ടൂ. അല്ല എങ്കിൽ വളഞ്ഞും തിരിഞ്ഞും ചെരിഞ്ഞും പൂ വിരിഞ്ഞിട്ടും ഒക്കെ നമ്മൾ പോകേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലായില്ല? പൂ വിരിഞ്ഞിട്ടും ഒക്കെ പോകേണ്ടി വരുന്നല്ല, താമരയും തലയിലേറ്റേണ്ടി വരുന്നു. മനസ്സിലായില്ല? അപ്പം ആ ഒരു ഗതി നമുക്ക് വരരുത്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, ഞാൻ ജാമിഅൻ്റെ യോഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആലിക്കുട്ടി അല്ലേ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, MT ഉസ്താദ്, സാദിഖ് അലി തങ്ങളെ ഇരുത്തിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, സമസ്ത ലീഗിനെയും ലീഗ് സമസ്തനെയും കുത്തരുത്. മൂത്ത് നോക്കി പേടിക്കാതെ തന്നെ, അല്ലെങ്കിൽ അള്ളാനെ പേടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അത് ഞാൻ നിങ്ങളോട് ആവർത്തിക്കുകയാണ്. കാരണം ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വിദ്യാർത്ഥികളല്ല, നാളെ നിങ്ങൾ ഓരോ മഹല്ലത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നവരാ. കുത്തരുത്. നമ്മൾ ലീഗിനെ കുത്തരുത്, ലീഗുകാർ സമസ്തനെയും കുത്തരുത്. കുത്തിയാൽ എന്ത് സംഭവിക്കും? സമസ്ത ക്ഷീണിച്ചു പോയാൽ സുന്നത്ത് ജമാഅത്ത് ഇവിടെ ക്ഷീണിച്ചു പോകും. അതുപോലെ തന്നെ സമസ്ത കുത്തി ലീഗിന് ക്ഷീണം പറ്റിയാൽ, വോട്ട് കുറച്ച് മാറിയാൽ MLA ഒന്ന് കുറയും. നിയമസഭയിൽ ചെല്ലുമ്പോൾ പവറുണ്ടാവില്ല, പറയുന്ന വാക്കിന് വെയിറ്റ് ഉണ്ടാവില്ല. നേരെ മറിച്ച് കുഞ്ഞാലിക്കുട്ടിയൊക്കെ സീറ്റ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നീച്ചാൻ നിന്നാൽ അലറും. മനസ്സിലായി? അപ്പോൾ രണ്ടുണ്ടാവും. ഭൗതിക നേട്ടം നമുക്ക് വേണം, അതോടൊപ്പം തന്നെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം, അത് വളരണം. അതിന് രണ്ട് കൂട്ടരും ഒരേ മനസ്സോടെ നീങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ വളരെ പരസ്യമായിട്ട് തന്നെ ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇനിയും നമുക്ക് സന്ദർഭങ്ങൾ വരുന്നുണ്ട് പറയാൻ. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ്, സമയം കൊണ്ടുകൊണ്ട് എനിക്കറിയാം, പെട്ടെന്ന് ചുരുക്കാം. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് 1, 2, 3 അല്ലെങ്കിൽ ചുരുക്കം ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദേ അവർ വോട്ട് ചെയ്യരുത് എന്ന് ഇങ്ങനെ ഇന്ന ഭാഗത്തു നിന്നൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വോട്ട് ചെയ്യരുത്? ഇടിക്ക് വോട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ സമദാനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. നല്ല ഉപദേശമാണ് അതല്ലേ? നിങ്ങളെന്ത് പറഞ്ഞു മോനെ? എന്ത് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ താമരക്ക് വോട്ട് ചെയ്യണം, അതല്ലേ നല്ലത്? യവാനെ, താമരക്ക് വോട്ട് ചെയ്താൽ ഇന്ത്യയിൽ മുസ്ലിം ഉണ്ടാവൂടാ? ഇവർക്ക് വോട്ട് ചെയ്യാനാ പറയണത്? അപ്പ തന്നെ പറയണോ ഹംക്കെ എൻ്റെ മൂട്ടിൽ ഏത് ശൈത്താനാകരിക്കണത്? അപ്പ ചോദിക്കും, താമരക്ക് വോട്ട് ചെയ്യാൻ പറയാൻ? ഇതിന് ചെയ്യരുതെന്നാൽ ET മുഹമ്മദ് ബഷീർ, അതുപോലെ സമദാനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് ചെയ്യണമെന്നാ? താമരക്ക് ചെയ്യണമെന്നാ. താമരക്ക് ചെയ്താൽ മോദി സാർ പെറുക്കി പുറത്ത് കണ്ടിടും. ഫലസ്തീൻ കാട്ടണമാരില്ലേ? അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അപ്പോൾ ഒറ്റക്കുണ്ട്.
രാഷ്ട്രീയം പറയല്ല, ഞാൻ സാധാരണ രാഷ്ട്രീയം പറയാറുമില്ല, ഞാൻ രാഷ്ട്രീയക്കാരനുമല്ല. പക്ഷേ ഈ സമയം ഇത് ഉണർത്തൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തങ്ങളുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി സാറിനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് എംടിനെയും സമസ്തയ്ക്ക് എംടിനെയും അതുപോലെ ഉസ്താദുമാരെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ സാക്ഷിയല്ലേ യോഗത്തിൽ വെച്ച് പാണക്കാട് വെച്ച് പറഞ്ഞത് അതേ ഭാഷ ഞാൻ നിങ്ങളോട് എൻ്റെ സ്വന്തം സ്നേഹിതന്മാർ എന്ന നിലയിൽ, ദീനിൻ്റെ പ്രവർത്തകർ, ദീനിൻ്റെ കാവൽഭടന്മാർ എന്ന നിലയിൽ ഞാൻ ഉണർത്തുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.